ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സെയ്ഷ്വാൻ നൂഡിൽസ് ആണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിപ്പം സ്ട്രീറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തട്ടുകട പോലുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടുമല്ലോ, ചൈനീസ് തട്ടുകടയിലൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കും പിന്നെ ക്യാബേജും ഒക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട്. പിന്നെ നമ്മൾക്ക് സെയ്ഷ്വാൻ്റെ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ചതച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കുറച്ച്. അപ്പോൾ നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. ഇല്ലയെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടാക്കണമെങ്കിലും ആ ഒരു രീതിയിൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. പക്ഷെ നമ്മൾക്കിപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ഇത് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളമാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ചില്ലി ഫ്ലേക്സ്. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇല്ലയെന്ന് വെച്ചാൽ വറ്റൽമുളക് ആ നീളത്തിലുള്ള വലിയ മുളകും ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വയ്ക്കാം. പിന്നെ ചൂടുവെള്ളം ഒഴിക്കാൻ നമ്മൾക്ക് നീളത്തിലുള്ള മുളകാണെങ്കിൽ അപ്പം പെട്ടെന്ന് കുതിർന്ന് കിട്ടിക്കോളും. പിന്നെ ന്യൂഡിൽസ് ഞാനിപ്പം ഇതാണ് എടുക്കുന്നത്, ജാപ്പനീസ് സ്റ്റൈലിലുള്ളൊരു സംഭവം. നിങ്ങൾക്ക് ഏത് ന്യൂഡിൽസ് വേണമെങ്കിലും എടുക്കാം, അത് പ്രശ്നമില്ല. ഇനി ഇത് വേവിച്ചെടുക്കണം. ന്യൂഡിൽസ് ആദ്യം വേവിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ന്യൂഡിൽസ് ഇടാം. ന്യൂഡിൽസൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആ വാങ്ങിക്കുന്ന ന്യൂഡിൽസിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. എങ്ങനെയെന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് കുക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പം ഇത് പെട്ടെന്ന് കുക്ക് ആയിക്കോളും. അപ്പം ഇത് കുക്ക് ആയ ഉടനെ തന്നെ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ അത് കഴുകിയെടുക്കുക. കുറച്ച് എണ്ണ വേണമെങ്കിലും പുരട്ടി വയ്ക്കാം, അപ്പം ഒട്ടാതെ തന്നെ കിട്ടും. അപ്പോൾ ഇനി നമ്മൾക്ക് സെയ്ഷ്വാൻ്റെ സോസ് ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക, എള്ളെണ്ണ. അതാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന ഈ ഒരു സോസിന് വേണ്ടിയിട്ട്. അപ്പം അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഒഴിക്കാൻ നോക്കുക. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക, അതുപോലെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കുക. ഞാനിപ്പം വെളുത്തുള്ളിയുടെ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം അതിന് ശേഷം നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ മുളക്, അത് ചേർക്കുക. ഇനി അഥവാ വലിയ മുളകാണെങ്കിൽ അതൊന്ന് അരച്ചതിന് ശേഷം വേണം ഇതിലോട്ട് ചേർക്കാൻ. ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർക്കണം. അപ്പോൾ ഇതിലോട്ട് ആദ്യം ജീരകത്തിൻ്റെ പൊടി ചേർക്കുക, പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർക്കുക, പിന്നെ നമ്മൾക്ക് വെളുത്തുള്ളിയുടെ പൊടി ചേർക്കുക. വെളുത്തുള്ളി അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുക ഇതിൽ. ഇനി നമ്മൾക്ക് സോയാ സോസ് ചേർക്കണം, അതുപോലെ വിനെഗറും ചേർക്കണം. ഓരോ ടീസ്പൂണോളം ചേർത്താൽ മതി. അതിനുശേഷം ഇതിപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയുടെ അളവാണ് പറയണത് ഞാൻ. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ഇനി കെച്ചപ്പ് ചേർക്കണം. ടൊമാറ്റോയുടെ കെച്ചപ്പ് ഉണ്ടല്ലോ അത് ചേർക്കുക. ഇനി അഥവാ കെച്ചപ്പ് ഇല്ല, സോസ് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തക്കാളിനെ ഒന്ന് വേവിച്ച് അരച്ചെടുത്തിട്ട് അതിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി. അത് ചേർക്കുമ്പം ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കണം, കാരണം ആ ഒരു മധുരം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഉപ്പും ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഇതിനകത്ത് സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ എന്തായാലും സോസും റെഡി ആയിട്ടുണ്ട്, ന്യൂഡിൽസും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിക്കുക. സാധാരണ ഇങ്ങനെ മണം ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ ഒഴിച്ചാൽ മതി, സൺഫ്ലവർ ഓയിൽ പോലത്തെ. അതിനുശേഷം വെളുത്തുള്ളി ചേർക്കുക, പിന്നെ സവാള അരിഞ്ഞതും കൂടെ ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ പച്ചമുളക് ചേർക്കുക. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ ക്യാബേജ് എല്ലാം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇപ്പം 2 എടുത്തിട്ടുണ്ട്, ചുവന്നതും പച്ച എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. പക്ഷേ ക്യാപ്സിക്കൊക്കെ ഉണ്ടായാലേ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഫ്ലേവർ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഗ്രീൻ അനിയൻ ഉണ്ടല്ലോ, മറ്റേ സ്പ്രിങ് അനിയൻ, അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി അതെല്ലാം വന്നതിന് ശേഷം ന്യൂഡിൽസ് ചേർക്കുക. ന്യൂഡിൽസ് ചേർത്തതിന് ശേഷം സോസും കൂടെ ചേർത്തിട്ട് 2ഉം കൂടെ 3ഉം കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ വേണ്ടുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിനിയിപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ. ഇത് ശരിക്കും നല്ല ടേസ്റ്റിയാണ്. സ്പൈസിനനുസരിച്ചിട്ട് നമ്മൾക്ക് ആ സോസിൽ കൂടുതലോ കുറവോ വേണമെങ്കിൽ ചേർത്താം, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഇത്. പുറത്തുനിന്ന് ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് അതേപോലെ തന്നെയാണ്. ഇതുപോലെ സോസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു സെയ്ഷ്വാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പം വരുന്നത്. അപ്പോൾ നമ്മൾക്കിനി കെച്ചപ്പ് വെച്ചിട്ട് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.